നിങ്ങൾ ഈ ദുബായിലുള്ള നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് എന്തിനാണ് ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ നിൽക്കുന്നത്? ഞാൻ അങ്ങനത്തെ നമ്മുടെ ലാസ്റ്റ് മെസ്സേജ് അതായിരുന്നു. അപ്പൊ മൂപ്പർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു 3 ലക്ഷം രൂപന്റെ ഗ്രാൻഡ് ആണ് വേണ്ടത്. ഞങ്ങൾ ആപ്ലിക്കേഷനൊക്കെ എത്ര ചെയ്തിട്ട് എനിക്ക് അതിലൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അജാസെ ജോലി കളയണ്ട, നല്ല ജോലിയല്ലേ, തിരിച്ചു പോയി. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് മെസ്സേജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ആയപ്പോ മൂപ്പര് വീണ്ടും വേറൊരു TJ എബ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറും കൂടെ ഉണ്ട്. ഇവര് TJ സിംഗപ്പൂർ വന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങടെ അജാസ് ഭയങ്കര സ്ട്രെച്ച്ഡ് ആണ്, എനിക്ക് വരാൻ പറ്റുമോ CEO ആയിട്ട്? പറഞ്ഞു, നോ വേ, ഞാനപ്പോ അവിടെ ഡൗൺ ടൗണിൽ നല്ല പെന്റ് ഹൗസിൽ ജീവിക്കുന്നു, ജസ്റ്റ് ഓസ്ട്രേലിയ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, കാനഡയിൽ പോകാൻ നിൽക്കുന്നു. അപ്പൊ പറഞ്ഞു, നീ ഒന്ന് ആലോചിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ തലയിൽ ഇങ്ങനെ, അപ്പം അവർ പറഞ്ഞു, TJ പറഞ്ഞിട്ട് ഒരു 400 എംപ്ലോയീസ് ആയെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ കോഴിക്കോട് നിന്ന് ഈ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി, ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കി, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട്. ഞാൻ യൂട്യൂബിൽ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ അജാസ് സാർ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് എന്താ പറയുക, ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ആണ്. സാർ പറഞ്ഞാൽ ഇത് വരും, ഇത് വരൂല. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി.